നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് വിവാദമുണ്ടാക്കുക മുതിർന്ന CPM നേതാവായ EP ജയരാജൻ്റെ ശീലം കൂടിയാണ്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ അവസാന മണിക്കൂർ നിൽക്കുമ്പോഴാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയരുന്നത്. ഇന്നലെയും അങ്ങനെ ഒരു വിവാദം ഉയർന്നു. EP ജയരാജൻ്റെ ആത്മകഥ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ ഈ ആത്മകഥയിലെ ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും ഇതൊന്നും താൻ എഴുതിയതല്ല, താൻ അങ്ങനെ DC ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. പൂർണ്ണമായും ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് EP ജയരാജൻ്റെ വാദം. അദ്ദേഹം പരാതി നൽകി, പക്ഷേ DC ബുക്സിൻ്റെ പേര് ആ പരാതിയിൽ എവിടെയും നൽകിയിട്ടും ഇല്ല. എന്തായാലും വിവാദം കത്തിപ്പിടിക്കുകയാണ്. ഇന്ന് വീണ്ടും EP ജയരാജൻ നിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. താൻ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, ഇപ്പോഴും താൻ ആത്മകഥ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, അത് ആർക്ക് നൽകണം എന്നതുപോലും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. DC ബുക്സ് തൽക്കാലം ഇതിൻ്റെ പ്രകാശനം മാറ്റിവെച്ചു എന്നുള്ള അറിയിപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. എവിടേക്കോ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. EP ജയരാജൻ്റെ ആത്മകഥ അതൊരു ആത്മകഥയാണോ അതൊരു തിരക്കഥയാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വർക്കലയിൽ നിന്നും ഷിനോയാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ഷിനോയ്, താങ്കൾ ഈ വിവാദമൊക്കെ കണ്ടു കാണും എന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഇത് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ശരിക്കും ഒരു നുണകളുടെ ഒരു നീണ്ട പരമ്പരയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ നുണകളുടെ നീണ്ട പരമ്പര. ഇതിന് തിരക്കഥ എന്ന് പറയാനും പറ്റത്തില്ല. നുണകളുടെ ഒരു വലിയൊരു കഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. തിരക്കഥയെ സത്യകഥയും നുണക്കഥയൊന്നും പറയാൻ കഴിയില്ല. തിരക്കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ശരിയാണ്, അതെ. ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ ആത്മകഥ എന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള കഥ ഞാൻ തന്നെ എഴുതുന്നതാണല്ലോ ആത്മകഥ എന്ന് പറഞ്ഞ. പക്ഷെ ഇതില് അപാരമായ നുണകൾ പരത്തിയ കഥകളായിരിക്കും എന്നുള്ളത് ഇതിപ്പോ ഉറപ്പായി എന്നുള്ളതാണ്. ശരി, ഓക്കെ. നുണകളുടെ ഒരു നീണ്ട പരമ്പരയാണിത്. ശരി, നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ദുബായിൽ നിന്നും ശ്രീ അബ്ദുൽ റഹ്മാനാണ്. ശ്രീ അബ്ദുൽ റഹ്മാൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? EP ജയരാജൻ ഇങ്ങനെ ഒന്നും താൻ എഴുതിയിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. പക്ഷേ DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം വന്നിട്ടില്ല. പുസ്തക പ്രകാശനം മാറ്റിവെക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ എവിടേക്കോ എന്തോ നടന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എവിടെയായിരിക്കും യാഥാർത്ഥ്യം? എവിടേക്കോ എന്തൊക്കെയോ അല്ല. കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ കയറെടുത്തിട്ട് പോകുന്നതിന്റെ ഒരു നടത്തം മാത്രമേ ഉള്ളൂ. ഇത് തിരക്കഥയാണെങ്കിൽ അത് ആ തിരക്കഥ രചിക്കാനായിട്ട് ഒരൊറ്റ ആൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മാമൻ മത്തായിയുടെ ആ വൃത്തികെട്ട മലയാള മനോരമ എന്നൊരു പത്രത്തിന്. താങ്കൾ പറയുന്നത് ഫാക്ച്വലായി തന്നെ തെറ്റ് എന്നുള്ളതുണ്ട്. പിന്നെ അങ്ങനെ പറയുന്നത് ശരിയുമല്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ ആദ്യം പറഞ്ഞല്ലോ കാള പറ്റുന്നത് കേട്ടപ്പോഴേ കയറെടുത്തുന്നു. ഏത് കാള പറ്റപ്പോൾ ഞങ്ങൾ ഏത് കയറാണ് എടുത്തത്? അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നിങ്ങൾ എത്ര കയറിട്ട് ഇപ്പൊ മറ്റേ എന്താന്ന് കായലില് മറ്റേ ഹെലികോപ്റ്ററൊന്നുമല്ലല്ലോ എന്റെ ചോദ്യം. ഈ വാർത്തയിൽ എവിടെയാണ് മാധ്യമങ്ങൾ തെറ്റായി ചെയ്തത്? ആ ചർച്ച എന്തായി ഇപ്പം? അതല്ലല്ലോ ചോദ്യം. ശ്രീ അബ്ദുൽ റഹ്മാൻ, താങ്കൾ പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ കാള പറ്റപ്പോൾ കയറെടുത്തു എന്ന് പറഞ്ഞു. ഇന്ന് എങ്ങനെയാണ് ഈ വാർത്ത വന്നത്? അപ്പൊ ഇപിയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കഥ സഹായിക്കുക. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മാമൻ മത്തായിയുടെ താങ്കൾക്ക് പേര് തന്നെ തെറ്റാണ്. താങ്കൾ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു മാധ്യമത്തെ പറയേണ്ട കാര്യമില്ല. ആ മാധ്യമത്തിലൊന്നും അല്ല ആദ്യം വന്നത്. ആ തിരക്കഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയും. ഞങ്ങൾ എന്താണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് തെറ്റ് അത് ആദ്യം പറയും. ഇന്നിപ്പം ചാണ്ടി ഉമ്മന്റെ പേരിൽ താങ്കൾ ഈ വിഷയം മാറി മാറി പോകാതെ ശ്രീ അബ്ദുൽ റഹ്മാൻ, താങ്കൾ ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മിനിമം ഒരു മാന്യത കാണിക്കണം. താങ്കൾ ഈ വിഷയത്തിൽ എവിടെയാണ് മാധ്യമങ്ങൾക്ക് പിഴച്ചത് അത് പറയൂ. നിങ്ങൾക്ക് CPM-നെയും ജയരാജനെയും വേണം. ഞങ്ങളും CPM ജയരാജനും അടുത്ത മുഖ്യമന്ത്രി ആവോ എന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. എന്തായാലും താങ്കൾക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും അറിയില്ല അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ ഇനി CPM ജയരാജനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അത്രക്ക് യോഗ്യനാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് നേരെ കുതിര കയറുന്നല്ലാതെ എന്താണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച എന്ന് പറയുന്നില്ല. ഇന്നലെ ഈ വാർത്ത നൽകിയത് DC ബുക്സ് തന്നെയാണ്. അവരുടെ ഔദ്യോഗികമായ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടത്. അതൊരു ഇംഗ്ലീഷ് മാധ്യമം ടൈംസ് ഓഫ് ഇന്ത്യ അത് പ്രസിദ്ധീകരിച്ചു. തുടർന്ന് എല്ലാ മാധ്യമങ്ങളും അതെടുക്കുകയും ആ ചർച്ച ചെയ്യുകയും ചെയ്തു. അല്ലാതെ ആരും കാള പറ്റുന്ന കേട്ട് ആരും കയറെടുക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷേ ഉന്നയിക്കുമ്പോൾ സത്യത്തിൻ്റെ ഒരു ചെറിയ തരുമ്പെങ്കിലും ഉണ്ടാകുന്നത് ശ്രീ അബ്ദുൽ റഹ്മാൻ ആയാലും ആരായാലും നല്ലതാണ്. ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്റെ കിരൺ സാറെ, പ്ലീസ്,
ഈ 3.5 കോടി ജനങ്ങൾക്ക് ഈ 3 ജയരാജന്മാരും ഈ അഗ്ലി രാഷ്ട്രീയക്കാരുടെ കഥയല്ലാണ്ട് ഒന്നും പറയില്ല. ഇന്നിപ്പോ ഇടുക്കിയിൽ ആ 10-20 കുട്ടികളെ ഓടിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങളൊരു സാമൂഹ്യ പ്രശ്നത്തിലേക്ക് വരും. നിങ്ങൾ ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയക്കാരുടെ ഇവന്മാരുടെ ഈ കൂത്തരങ്ങൾ കിടന്ന് നിങ്ങൾ അടരാടല്ലേ? എന്താണ് എനിക്ക് കേട്ടിട്ട് അറപ്പാവോ? ഈ രാഷ്ട്രീയക്കാരും ശ്രീ ശിവജി, ഈ രാഷ്ട്രീയക്കാരാണ്, ഏത് രാഷ്ട്രീയക്കാരായാലും അവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ നാട് പോകേണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. ഏറ്റവും ഉത്തരവാദിത്തം വേണ്ട മനുഷ്യരാണ്. നിങ്ങൾ ദയവ് പത്രക്കാരോട് ഞാൻ കാല് പിടിച്ച് പറയുക, നിങ്ങളുടെ കാര്യം പിടിക്കാം. നിങ്ങൾ ഈ വക വൃത്തികെട്ടവന്മാരുടെ ഇവന്മാരൊക്കെ ആരാണ്? ഇവരാരും വൃത്തികെട്ടവരാണ് എന്നുള്ള അഭിപ്രായം എന്തായാലും ശിവജിയെ പോലെ ഞങ്ങൾക്കില്ല. മകളും ഇവനൊക്കെ ചേരുന്നതാണോ കേരളം? അല്ല, 3.5 കോടി ജനങ്ങളുടെ അവന്റെ ജീവിതത്തിൽ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേരുന്നതാണ് നമ്മുടെ രാജ്യം. തിരിച്ച് ജനങ്ങളിലേക്ക് വാ പ്ലീസ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ശ്രീ പ്രദീപ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ആത്മകഥ തന്നെയാണോ അതോ ഒരു തിരക്കഥയാണോ? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം കിരൺ, ഞാൻ നിങ്ങളെ കാലോ കയ്യോ വേണമെങ്കിൽ തല വേണമെങ്കിലും പിടിക്കാം. എന്റെ പൊന്നെ, ഇതേപോലത്തെ ഈ വൃത്തികെട്ടവന്മാരുടെ കഥയൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലും പുതിയ ജനങ്ങൾക്ക് ഗുണപരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടും മിസ്റ്റർ കിരൺ. ഇന്നിപ്പോ ഇടുക്കിയിൽ ഞാൻ മനസ്സിലാക്കിയതിൽ ഇസ്രയേലിൽ നിന്ന് വന്ന കുറച്ച് 2 ടൂറിസ്റ്റുകളെ അവിടുത്തെ അതായത് കാശ്മീരിലുള്ളവരെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരുപക്ഷെ വാർത്ത നമ്മൾ നൽകിയല്ലോ. അത് നിങ്ങൾ കാണിച്ചു. അല്ല, അതൊക്കെ അങ്ങനെയൊക്കെ ഈ ജയരാജനൊക്കെ ഒരു മനുഷ്യനായിട്ട് കാണാൻ പറ്റുമോ? കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്നു, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാവാണ്. എന്റെ പെണ്ണ സുഹൃത്തെ, അതൊക്കെ നിങ്ങൾ പറയണല്ലേ? എനിക്കല്ല, ഈ നാട്ടുകാർക്ക് മുഴുവൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് വോട്ടൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഈ താങ്കൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ വോട്ട് ചെയ്ത ആളുകളൊന്നും അല്ലല്ലോ എല്ലായ്പ്പോഴും മന്ത്രിമാരാകുന്നത് എന്ന് പറയുന്ന ഒരു സാധനം ലോകത്തിന് ശാപമാണ്. നിങ്ങൾ ഈ ലോകത്ത് ഏതെല്ലാം രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ആളുകളെല്ലാം അത്ര മോശക്കാരാണെന്നാണോ ആ പാർട്ടി അധികാരത്തിലായിരുന്നു? കേരളത്തിലെ മോശക്കാരെന്നല്ല ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനതാ ചോദിച്ചത്. ആ കമ്മ്യൂണിസ്റ്റുകാരെ വിജയിപ്പിക്കുന്നത് കേരളത്തിലെ മനുഷ്യരാണല്ലോ. ആ മനുഷ്യരെല്ലാം മോശക്കാരാണെന്നാണോ താങ്കൾ പറയുന്നത്? കിരണ് വാളും പരിചയം എടുത്തോണ്ട് എന്നെ അടിക്കാൻ നിൽക്കണമെങ്കിൽ ഞാനൊരു കാര്യം ഞാൻ സറണ്ടർ ചെയ്യാം. അതല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയട്ടെ. താങ്കൾ പറയാനുള്ളത് കേൾക്കുകയല്ലേ? കിരണേ, ഞാൻ ചോദിക്കുന്നത് ഇവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇവര് പറയുന്ന എന്തെങ്കിലും ഇവർക്ക് 15 കൊല്ലം കഴിഞ്ഞാലേ ഇവർക്ക് ബോധം വെക്കുള്ളൂ. കാര്യം എന്താ? ഇപ്പൊ വേറൊരു കാര്യം, സീ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു. തർക്കം നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ മീൻ കുഞ്ഞുങ്ങൾ ഹെൽമെറ്റും വെച്ചാ നടക്കുന്നത്, അറിയാമോ? താങ്കൾ അത് ഇന്നലെ ഒരു BJP നേതാവ് പറഞ്ഞ ഒരു തമാശയാണത്. എന്തായാലും താങ്കൾ ആവർത്തിക്കുന്നത് കൊള്ളാം. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകാം. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ ദയവായി കിരണോടൊരു കാര്യം അപേക്ഷാരൂപത്തിൽ പറയട്ടെ. പറഞ്ഞു. ഈ മറ്റുള്ളവരുടെ കൂടെ തർക്കിക്കാൻ പോകുന്ന കുഴപ്പമില്ല. പ്രത്യേകിച്ച് CPM-ന്റെ ആളുകളോടും BJP-യുടെ ആളുകളോടൊക്കെ തർക്കിക്കാൻ പോകുന്നത് അത് ഒതുക്കി വിടുക. അത് കാരണം മറ്റുള്ളവരുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനി ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ജയരാജന്റെ ആട്ടക്കഥ 2ാം ദിവസമാണ്. ഇന്നലെ DC വധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നൊരു ഒരു കഥ കൂടെ ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ കയറി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നിപ്പം അങ്ങോട്ടും കടന്നിട്ടുണ്ട്. ഈ ആട്ടക്കഥ ആരുണ്ടാക്കിയെന്നോ എന്തുണ്ടാക്കിയെന്നോ കരുതി ഇരുട്ടിക്കിടന്ന് തപ്പുക അല്ലാണ്ട് ഇത് സത്യത്തിന് ജയരാജന്റെ ആത്മകഥയാന്നുള്ളത് എല്ലാവർക്കും അറിയാം, ജയരാജനും അറിയാം. ഇനി ഇലക്ഷന്റെ ആ ദിവസം ഇങ്ങനെ ഇത് ലീക്കായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിവിടെ കിടന്നുകൊണ്ട് ഈ ഉരുണ്ട് കളിക്കുന്നത്. ഈ ഇലക്ഷനിലും ഇതെല്ലാം 13-ാം തീയതി കഴിയട്ടെ. അപ്പോഴത്തേക്ക് ഇതിന്റെ ചിത്രമൊക്കെ മാറും. ജയരാജന് നടപടിയാകും. ഇന്നലെ കിരൺ വീഴ്ത്തപ്പെടേണ്ടവനായിരുന്നു, ഇന്ന് വാഴ്ത്തപ്പെടേണ്ടവനായി. ഇന്നലെ കിരൺ വളരെ മോശക്കാരനായിരുന്നു, ഇന്ന് കിരണില്ലാതെ പാലക്കാടിന് രക്ഷയില്ലെന്നായി. നമ്മുടെ സരിനില്ലാതെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സരിനില്ലാതെ ഇപ്പം പാലക്കാട് ജീവിതമില്ലെന്നാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് അജയ്കുമാർ കൂടി ചേർന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിവാദത്തിൽ ഏത് പക്ഷത്താണ് ന്യായം എന്നാണ് തോന്നുന്നത്? ഇതിനകത്തിലെ മനുഷ്യന്റെ പൊതുബോധത്തെ കളിയാക്കുകയാണ്, വെല്ലുവിളിക്കല്ല കളിയാക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു ആത്മകഥ എഴുതി, അദ്ദേഹം എഴുതിയത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം എഴുതാത്ത ചില വരികൾ അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടായിരിക്കും, അത് നമുക്കറിയത്തില്ല. അത് സബ്ജക്ട് ടു കറക്ഷൻ, അതിനെ അങ്ങനെ വിടുക. അദ്ദേഹം ഒരു പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാതെ അവർക്ക് കിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് കിട്ടി. ഇനി ഇപ്പൊ DC അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആ കണ്ടന്റ് കംപ്ലീറ്റ് എടുത്ത് പൊതു വേദിയിൽ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കാണ്ട്. ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ കിട്ടി 178 പേജുള്ള ബുക്ക്. വായിച്ചോ? ഇല്ല, ഞാൻ വായിച്ചില്ല. സമയം കിട്ടിയില്ല.
ഇതിന് സമയം കിട്ടില്ല. അത് ഇതിന്റെയൊക്കെ ഒരു ബഹളം കഴിയട്ടെന്ന് ശരി, ഓക്കെ, എന്നാലും പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് അപ്പം DC അതൊരു ബിസിനസിന്റെ ഭാഗമാണ്. ബിസിനസിന്റെ പബ്ലിക് ഡൊമൈൻ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജയരാജനും എടുത്തു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ബുക്കിലെ കണ്ടന്റ് മാറ്റി നിൽക്കുക. അപ്പൊ ഇതിനകത്തിൽ പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എതിരുള്ളവരോ ആരൊക്കെയോ എന്തൊക്കെയോ വൃത്തികെട്ട രാഷ്ട്രീയമോ കുതന്ത്രങ്ങളോ ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അത് ശരി, ഓക്കെ, ഉറപ്പാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ഷാജിയാണ് കുട്ടനാട് നിന്നും. ശ്രീ ഷാജി, താങ്കൾ ഈ വിവാദങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്താണ് പറയാനുള്ളത്? ഇത് മനുഷ്യനൊക്കെ കളിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് പോയി. ഒന്നുകൂടി പറയുമോ? ഒരു സ്വത്തുമില്ലാത്തൊരു കാര്യമാണ് ഈ പറയുന്നത്. ശരി, ഓക്കെ, നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ശ്രീ ബിനു ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനു, താങ്കളും ഈ വിവാദങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇതിൽ EP ജയരാജൻ ഒരു പക്ഷം പറയുന്നു, പക്ഷേ ഇപ്പോഴും ചില സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. എന്തായിരിക്കും ശരി? അതായത് സാറേ, ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 2-3 ഫോൺ കോളിന് മുമ്പേ പറഞ്ഞ ആള് ജയരാജന്റെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനൊന്നുമല്ല. പക്ഷെ ആ മനുഷ്യൻ ഈ ഒരു പദവിയേറെ വന്നതിന്റെ പിന്നിലുള്ള ഞാൻ അന്നേരം തന്നെ അദ്ദേഹത്തെ തിരുത്തിയിരുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെ അദ്ദേഹത്തിന് അഭിപ്രായമില്ല എന്ന് അന്നേരം തന്നെ പറഞ്ഞു. ഒരു വാർഡ് മെമ്പറേക്കാരും താഴെയായിട്ട് അദ്ദേഹത്തിന് ഇരിക്കായിരുന്നു. അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല രാഷ്ട്രീയത്തിൽ. പൂർണ്ണമായിട്ടും ബിനു പറഞ്ഞതിനോട് യോജിക്കുകയാണ്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാലും അതിന്റെ അവരെ വിമർശിക്കാം, പക്ഷെ അവരെ ഇത്തരത്തിലേക്ക് പറയുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം ഒന്നുകിൽ എന്റെ 2 നിഗമനമാണ്. ഒന്നുകിൽ അദ്ദേഹം ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു വാശി തീർത്തതായിരിക്കും അദ്ദേഹം തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ രാജ്യത്ത് ഐഡന്റിറ്റി കാർഡ് പോലും വളരെ വിദഗ്ധമായിട്ട് ഒറിജിനലിനെ തോൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കിപ്പോ എന്തും മാറ്റുമല്ലോ. അവര് വിചാരിച്ചാൽ ഇതൊരു നിസ്സാര പണിയായിട്ട് വെളിയിൽ കൊണ്ടുവരാൻ പറ്റും സാറേ. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ശരി, എന്തായാലും കേരള പോലീസ് ആണല്ലോ അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിനോട് പ്രാതിനിധ്യമുള്ള ഒരു സർക്കാരാണല്ലോ, അവർ അന്വേഷിച്ച് കണ്ടെത്തുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ജയകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ വിഷയം നേരത്തെ പറഞ്ഞ പോലെ ഞാനും കൈയും കാലം പിടിക്കാൻ വേണമെങ്കിൽ ഈ വിഷയം എടുത്തേന്. നിങ്ങൾ എല്ലാവരുടെ കൈയും കാലം പിടിക്കേണ്ടത്. നമുക്ക് സ്വാഭാവികമായും രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിലാണ് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നതും ആളുകൾ കൂടുതൽ താല്പര്യമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുവേദി പോലുള്ള വിഷയത്തിൽ നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതലായി എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കയ്യോ കാലം പിടിച്ച് പറിച്ചിട്ടാലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. സാറേ, പറയാനുള്ള എന്നാന്ന് വെച്ചാല് ഇന്നലെ പറഞ്ഞത് എന്താണ്? ഞാൻ എഴുതിയതല്ല, എന്റെ എഴുത്തല്ല, ഞാൻ ഇങ്ങനെ എഴുതില്ല, എന്റെ അല്ല എന്ന് പറഞ്ഞു. ഇന്ന് എന്താണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? ഞാൻ എഴുതിയതിന്റെ കുറെ ഭാഗം ചോർന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു വ്യവസ്ഥയില്ലാതെ ഇനി അത് പോട്ടെ. എന്താണ് ഈ പരിപ്പോടയും കട്ടൻ ചായയും? അത് പണ്ടായിരുന്നു ഈ പരിപ്പോടയും നിവൃത്തിയില്ലായിരുന്ന കാലത്ത്. ഇന്നിപ്പോ ബർഗറും ബിയറും ആണ് ഇന്നത്തെ കേസ്. അത് ശരിയായിരിക്കും അങ്ങനെ പറഞ്ഞത്. ആ ഹെഡിങ് എന്ന് പറഞ്ഞത് ശരിയായിരിക്കും. രണ്ടാമത് ഇത് വായിച്ച് ആർക്ക് വായിക്കാം? ഈ ഗുണ്ടായുസ മാത്രം പുലർച്ചെ പോകുന്ന നേതാവായ ഒരു ആളാണ് ഈ ഇദ്ദേഹം. ഇത് ഗുണ്ടയൊക്കെ വായിച്ച് പഠിക്കാനേ ഉള്ളൂ, അല്ലാതെ ഒരു വലിയ ഗുണ്ടായുസം ഒന്നും കാണിച്ച നേതാവൊന്നും അല്ലല്ലോ EP ജയരാജൻ. EP ജയരാജനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആൾ കൂടിയാണല്ലോ. ബോംബുണ്ടാക്കണത്, എറിയണതും കൊല്ലണതും വെടിയുണ്ട്. EP ജയരാജന് നേരെ അത്തരം ആരോപണങ്ങളുണ്ടോ? ഇല്ലല്ലോ. സാറേ, ഈ ബോംബുണ്ടാക്കിയല്ലേ കൈയും കാലും ഒക്കെ പോയത് ഇദ്ദേഹത്തിന്റെ മകന്റെ പുള്ളിയിലൊക്കെ. അദ്ദേഹത്തിന്റെ മകന്റെ കൈ കാലമൊന്നും പോയിട്ടില്ല. എന്നാലും താങ്കൾ ഉദ്ദേശിക്കുന്നത് വെടിയുണ്ട കൊണ്ടത്, താങ്കൾ ഉദ്ദേശിക്കുന്നത് മറ്റ് ചിലരെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അങ്ങനെയല്ല നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും ശ്രീ പ്രേമനാണ്. ശ്രീ പ്രേമൻ, താങ്കളുടെ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ EP ജയരാജൻ. എന്ത് തോന്നുന്നു? താങ്കൾക്ക് ചിലപ്പോൾ വ്യക്തിപരമായി കൂടി ചിലപ്പോൾ അടുപ്പം കാണാം. അങ്ങനെ അടുപ്പമുണ്ടോ? അടുപ്പമില്ല, പിന്നെ അറിയാമായിരിക്കുമല്ലോ. അറിയാം. എന്ത് തോന്നുന്നു? അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സാറിപ്പം പറയുന്നത് പിന്നെ എന്താ പറയേണ്ടത്, മലക്കം മറിച്ചാണ്. അതിപ്പോ ഈ ഇലക്ഷനെല്ലാം കഴിയുമ്പോൾ പറഞ്ഞാല് പിന്നെ പറയൂ, ഇത് ഞാൻ തന്നെ എഴുതിയാന്ന്, അത് അങ്ങനെ കൊടുത്താന്നേ പറയൂ. പിന്നെ കട്ടാക്കല്ലേ? ഇല്ല, പറഞ്ഞോളൂ. അതായത് ഇതിനെ കാണുമ്പോൾ നമുക്കൊരു കോമഡിയാണ്. ഇവരെല്ലാം നമ്മളൊരു നിലയും വിലയും വെച്ചൊരു മനുഷ്യന്മാരാണ്. ഇപ്പോഴത്തെ MP മറ്റേ നമ്മളെ ഗോവിന്ദ മാഷ് പറയുന്നത്, EP ജയരാജൻ പറയുന്നത്, ഈ ഓരോ വോട്ടർ പറയുന്നത് ഇപ്പൊ ഒരു കോമഡി സിനിമ കാണും പോലെയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രസമുള്ളതാണ്. പണ്ടുള്ള വോട്ടറിൽ രാഷ്ട്രീയം നടത്തുന്നത് വെച്ചിട്ട് നാടിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ള വോട്ടർ നടത്തുന്നത് അവരുടെ കീശ വീർപ്പിക്കാനാണ്. അപ്പൊ സ്ഥാനമാനങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദ് കൂടി ചേരുന്നുണ്ട് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ ഈ പുസ്തകം ഇന്നലെ ആളുകൾക്കൊക്കെ കുറേയൊക്കെ പേർക്കൊക്കെ ലഭിച്ചു, അല്ലാതെയൊക്കെ PDF-ലൊക്കെ. എന്നാലും അതിലെ കുറേ വിവരങ്ങളൊക്കെ എന്തായാലും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞും കാണും. എന്ത് തോന്നുന്നു?
ഇത് ഇമ്മിണി വലിയ പെരുങ്കള്ളത്തരത്തിന്റെ ഒരു തിരക്കഥയായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. കാരണം നമുക്കറിയാലോ, ഇ.പി. ജയരാജന് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇത്. കേരളത്തിന്റെ പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലൊന്നും ഒരു കള്ളത്തരവും കേരളത്തിൽ ചിലവാൻ പോയി. ഇന്നലെ അദ്ദേഹത്തെ കയറ്റി വിട്ടിരിക്കുകയാണ് പാലക്കാട്ടേക്ക്. നമ്മൾ കണ്ടതാണ്. ഇപ്പൊ പാലക്കാട്ടാണ് അദ്ദേഹം ഉള്ളത്. 10 വോട്ടെങ്ങനെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താമെന്ന് പാർട്ടി കരുതും. പക്ഷെ പാർട്ടി ഇപ്പം കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 20-ാം തീയതി കഴിഞ്ഞ ഇ.പി. ജയരാജന്റെ അവസ്ഥ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജക്കാട് നിന്നും ശ്രീ രാജു താങ്കൾക്ക് പറയാം. സാറേ വണക്കം. വണക്കം. ഞാൻ പറയാൻ വന്നു, ഈ നമ്മുടെ ജയരാജൻ സഖാവ് ഭയങ്കരമായിട്ട് മറ്റേ നമ്മുടെ സൈഡിനെ പറ്റി ഭയങ്കരമായിട്ട് പൂർത്തി പറഞ്ഞു. അയാൾ കോൺഗ്രസ് പ്രവർത്തകന്റെ മുഖത്തേക്ക് തുപ്പിച്ചല്ലേ അയാൾ ഇറങ്ങിപ്പോയേക്കുന്നത്. വേറെ പാർട്ടിയിൽ വന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് ആ പാർട്ടിയിലേക്ക് വന്നവരെ പൂഴ്ത്തി പറയുകയല്ലേ, അങ്ങനെയല്ലേ നേരത്തെ മാറണം. അല്ല പാർട്ടി മാറാൻ അമ്പസായിട്ട് നേരത്തെ മാറണം. അതായത് ഈ സമയത്ത് ഒന്നിച്ച് ഒരു സ്ഥാനം കിട്ടി. നമ്മുടെ വിഷയം അതല്ല, നമുക്ക് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടത് പറയാനുള്ളത് പറയും. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ വെറും തട്ടിപ്പ്, കളിപ്പീരെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് മുഴുവൻ നുണ. താങ്കൾ വായിച്ചോ അത്? പിന്നെ മൊത്തം വായിച്ചോ? വായിക്കാനെനിക്ക് നമ്മൾ കേൾക്കാൻ പറ്റില്ല. ഈ പുള്ളി പറയുന്നത് നമ്മൾ വല്ല വാസമുള്ള കാര്യമാണോ? എല്ലാം ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ദീപു കൂടി ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കൾ ഇ.പി. ജയരാജന്റെ ഇന്നത്തെ വിശദീകരണവും ഇന്നലത്തെ വിശദീകരണവും അതിലെ പൊരുത്തക്കേടുകളും എല്ലാം കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അല്ല, ഇവിടെ എഴുതിയ ആള് തന്നെ പറയുന്നത് ഡിസോൺ ചെയ്യുന്നു. അയാൾ എഴുതിയ കാര്യങ്ങളല്ല അതിനകത്ത് വന്നിരിക്കുന്നതെന്ന്. DC ബുക്സ് എന്ന് പറയുന്ന അത് പ്രസിദ്ധപ്പെടുത്തുന്നതെന്ന് അവകാശപ്പെടുന്നവർ തന്നെ അതിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് അവർക്ക് ഇത്രയും വലിയ ദോശ. എന്റെ പൊന്ന് സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പം ഈ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഇത്രയും ടെക്നിക്കലി എക്സ്പ്ലെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു DC ബുക്സ് അവരുടെ ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് മാറ്റിവെച്ചത്. ഇതിനകത്ത് തന്നെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഇലക്ഷന്റെ അന്ന് രാവിലെ ഇങ്ങനെ ഒരു സാധനം വരിക. പാലക്കാട് അതായത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്ന് അദ്ദേഹം എഴുതുന്നത് തന്നെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവചരിത്രം എഴുതി വരുമ്പോൾ പി സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അത് ഇപ്പൊ വന്നിട്ടുള്ള 2 ആഴ്ചക്ക് മുമ്പ് വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയെ കുത്തി അതിനകത്ത് കുത്തിക്കയറ്റുക, കഥ എഴുതുക, എന്നിട്ട് പുറത്തു പറയുക. ഇതിനകത്തൊക്കെ സാമാന്യ ബോധമുള്ള ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഞാൻ പറയുന്നത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ട്. വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കില്ല. ശരി, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ കണ്ടോ ഫ്ലോ പോക്കുന്നത്? ഇതാണ് നിങ്ങളുടെ വിഷയം. അതായത് ഇത് സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാകും ഇതിനകത്ത് എന്താ നടന്നതെന്ന്. അപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താണ്? ഇത് സരിനെ കുറിച്ച് അതായത് ഒരാള് ഒരു നട്ടാൽ കുരുക്കാത്ത നുണ പോലും ഇടതുപക്ഷക്കാരന്റെ നേരെ വന്നു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് പറഞ്ഞു പരത്തുന്ന ഒരു കുറെ ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളിൽപ്പെട്ട ആൾക്കാരാണ് ഈ സാധനം ഇങ്ങനെ പരത്തി. എന്റെ ഒരു ചെറിയ സംശയമാണ്. താങ്കൾ പറഞ്ഞു DC ബുക്സ് ആണ് ഇങ്ങനെ ഒരു സാധനം അവരുടെ ഔദ്യോഗികമായ പേജിലൂടെയാണ് അവർ അത് പുറത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ DC ബുക്സിനെതിരെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഒരു വരിയെങ്കിലും എഴുതണ്ടേ? പക്ഷെ എന്താണ് DC ബുക്സിനെതിരെ അദ്ദേഹം ഒരു പരാതി കൊടുക്കാതിരുന്നത്? DC ബുക്സിനെതിരെ തെറ്റ് പറഞ്ഞ് മാപ്പ് പറയണമെന്ന് പറഞ്ഞു കൊടുത്തത്. ഇന്നലെ DC ബുക്സിനെതിരെ അദ്ദേഹം കൊടുത്ത പരാതിയിൽ എവിടെയും DC ബുക്സിന്റെ പേരേ ഇല്ല. അല്ലെന്നേ, നിങ്ങൾ DC ബുക്സിനെതിരെ തെറ്റും ഇതിനകത്ത് വന്നെങ്കിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം കൊടുത്തില്ലേ? അദ്ദേഹം കൊടുത്ത പരാതിയിൽ, അദ്ദേഹം DGPക്ക് ഇന്നലെ കൊടുത്ത പരാതിയിൽ എവിടെയും DC ബുക്സിന്റെ പേരില്ല. പ്രശ്നത്തിന്റെ പുറത്ത് അന്വേഷിക്കാനാ. ആ പ്രശ്നത്തിൽ കള്ളം കാണിച്ച DC ബുക്സ് ആണെങ്കിൽ അവർക്കെതിരെയല്ലേ കൊടുക്കേണ്ടത്? അത് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനകത്ത് വരുമല്ലോ. DC ബുക്സ് അല്ലേ ഒരു കക്ഷി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു, നിങ്ങളുടെ വീട്ടിൽ മനു ഭരത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മഞ്ജുഷ് ഗോപാലിനെയോ അല്ലെങ്കിൽ നിങ്ങളെ അംബാനിയോ നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ട് ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബുക്ക് പത്രയ്ക്ക് പബ്ലിഷ് ചെയ്യുമോ? പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലെ എല്ലാ ഭാഗങ്ങളും ഇന്ന് അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഈ ഇടതുപക്ഷക്കാർക്കെതിരെ വരുമ്പോ ശരി, ഓക്കെ, താങ്കൾ എന്തായാലും അങ്ങനെ ഇടതുപക്ഷക്കാർക്കെതിരെ വരുമ്പോഴെന്ന് പറയുന്നു. പക്ഷെ ഇടതുപക്ഷക്കാർക്കെതിരെ ഒന്നുമല്ല. ഇന്നലെ ഇ.പി. ജയരാജൻ പറഞ്ഞതും ഇന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞതും കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കിട്ടാൻ ഒരു വഴിയില്ല കേട്ടോ. ശരി, ഓക്കെ. എന്തായാലും ഇന്നലെ ഇ.പി. ജയരാജൻ പൂർണ്ണമായും താൻ അത് എഴുതിയതല്ല എന്ന് പറഞ്ഞ ഇ.പി. ജയരാജൻ ഇന്ന് പറഞ്ഞത് താൻ എഴുതിയ ഭാഗങ്ങൾ ചിലതൊക്കെ കൂട്ടിച്ചേർത്താണ്. ആ ചില ഭാഗങ്ങൾ മാത്രമാണ് അവർ കൂട്ടിച്ചേർത്തത്. അതിനടക്കം മാറ്റി DC ബുക്സിനെതിരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ള ഗൗരവമായ ഒരു വിഷയം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് ശ്രീ TPC കുട്ടിയാണ് തൃശ്ശൂരിൽ നിന്നും.
ഹലോ, നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. TPC കുട്ടിയാണ്. അത് ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഇത് ഓൺലി ഇന്നലെ ഇത് വന്നത് കൊണ്ട് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. ആളുകളെ 10 വോട്ട് തിരിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. സത്യത്തിൽ ഈ പത്രമാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് പുസ്തകം എഴുതുന്നത്, എങ്ങനെയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അറിയാത്തവരാണോ? ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇന്നലെ താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമല്ലോ. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ആരാണ്? DC ബുക്സ് ആണ്. DC ബുക്സിന് എങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നുള്ള വിവരം DC ബുക്സിന് നന്നായിട്ട് അറിയാമല്ലോ. അല്ല, ചാനൽ 24 ആണ് അല്ലല്ല, ഇന്നലെ DC ബുക്സ് മെനഞ്ഞാന്ന് വൈകുന്നേരം അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ പരിപ്പോടെയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നുള്ള വിവരം അവർ പുറത്തുവിടുന്നു. ഇന്നലെ രാവിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ വാർത്ത വരുന്നു. അതിനുശേഷം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സ്വാഭാവികമായും ആ വാർത്ത എടുക്കുന്നു. സ്വാഭാവികമായും ചില പത്രങ്ങൾ ആദ്യം വാർത്ത അറിയും, ചില മാധ്യമങ്ങളൊക്കെ ആദ്യം വാർത്ത, അത് പലപ്പോഴും പല പത്രങ്ങളും ചാനലുകളും ഒക്കെ ആയിരിക്കും ആദ്യം അറിയുന്നത്. അങ്ങനെയാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് DC ബുക്സ് ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ DC ബുക്സിന് അറിയാമല്ലോ. പക്ഷേ ഇത് എഴുതുന്ന ആള് പ്രസന്റ് അല്ലാതെ എങ്ങനെയാണ് ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുക? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ക്ലാസ്മേറ്റ് പാലക്കാട് വെച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചു. എന്റെ ഒരുപാട് ഫ്രണ്ട്സ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കാരണം എഴുത്ത് ഇങ്ങനത്തെ ആളുകളെ TPC കുട്ടി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് EP ജയരാജൻ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. താൻ എഴുതിയ ഭാഗത്തിൽ നിന്ന് താൻ എഴുതിയത് DC ബുക്സിന് കൊടുത്തിട്ടില്ല എന്ന് ഇന്ന് അദ്ദേഹം പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പുസ്തകം കൊടുത്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞ ആൾ ഇന്ന് പറയുന്നത് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നു. അങ്ങനെ കൂട്ടിച്ചേർത്ത് DC ബുക്സ് ഇറക്കിയെങ്കിൽ അവർക്കെതിരെയല്ലേ കേസ് കൊടുക്കേണ്ടത്? പക്ഷെ അവർക്കെതിരെ മിണ്ടുന്നില്ലല്ലോ. അല്ല, ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ. അപ്പൊ പിന്നെ മാധ്യമങ്ങളുടെ തലയിൽ കയറണോ അതോ EP ജയരാജന്റെ തലയിൽ കയറണോ? അത് ആദ്യം തീരുമാനിക്കും. അല്ല, ഇതിപ്പോ ഇവര് എന്താ വെച്ചാല് രണ്ടുപേരുടെ അടുത്തും ഉരുണ്ട് കളിക്കുകയാണ്. ആരുണ്ട് കളിക്കുന്നത്? മാധ്യമങ്ങളാണ് ഉരുണ്ട് കളിക്കുന്നത്. ഉരുണ്ട് കളിക്കുന്ന ആരാണ്? EP ജയരാജൻ DC ബുക്സും അല്ലേ? DCP കൃത്യമായിട്ട് പറയണ്ടേ? ഞങ്ങള് ഓതറൈസ് ചെയ്തിട്ടുണ്ടെന്ന് അവര് പറയുന്നില്ലല്ലോ. ഓതറൈസ് ചെയ്യാതെ എന്തായാലും അല്ല, അങ്ങനെ ചെയ്തെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാത്ത എന്താണ്? ഇവർ തമ്മിൽ എന്തെങ്കിലും ധാരണ ഇല്ലെങ്കിൽ അങ്ങേര് കൊടുക്കുമായിരിക്കും. ഇപ്പൊ എന്താ വെച്ചാൽ കൊടുത്ത കേസിനകത്ത് അവരുടെ പേരില്ല. വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അതിൽ തുടർ നടപടി വേണോ ഇല്ലയോ എന്ന് അയക്കുന്ന ആളുടെ തീരുമാനിക്കാം. അതെ, അത് പറഞ്ഞ മാതിരി ഇതില് ശരി, ഓക്കെ. എന്തായാലും എല്ലാവരും ഈ കേൾക്കുമ്പോൾ തന്നെ ഒരാളെ ന്യായീകരിക്കാം. പക്ഷെ അതിനെല്ലാം മാധ്യമങ്ങളാണ് ഇതിനെല്ലാം കുഴപ്പക്കാർ എന്ന മട്ടിൽ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ന്യായം വേണം. മാധ്യമങ്ങളുടെ കയ്യിൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പറയുമ്പോൾ ആ വിഷയം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ന്യായമെങ്കിലും വേണം. കൊല്ലത്ത് നിന്ന് ശ്രീ രാജനുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള പ്രതികരണം? ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടാകണം. മൊത്തം പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് എന്തോ വേണേ പറഞ്ഞു, ഞാൻ കേട്ടോളാം. വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വിളിച്ച് വേണമെങ്കിൽ 1 മണിക്കൂർ പറഞ്ഞു. ശരി, ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. അതായത് പിന്നെ നമ്മുടെ K. സുധാകരൻ ഒരിക്കൽ പത്രസമ്മേളനം നടത്തിയപ്പം VD സാദിഖിനെ കാണാഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ആ മാ ഡാഷ് ഡാഷിലൂടെ പോയെന്ന്. അതുപോലെ നല്ല നല്ല കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യും സാറേ. ഇതുപോലത്തെ നാറിയ കാര്യങ്ങൾ, ഈ EP ജയരാജന്റെ കാര്യം, പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരു സ്ത്രീയെ മഹിളാ കോൺഗ്രസ്സുകാർ രാജിവെച്ച് CPM ചേർന്നു. ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ പിന്നെ ഈ നമ്മുടെ മണിപ്പൂരിൽ 11 പേരെ വെടിവെച്ച് വന്നു. അമിത്ഷായും പിന്നെ മോദിയും കൂടെ കൈകൊണ്ട് തടുത്ത് എത്ര പേരെ രക്ഷപ്പെടുത്തി. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും താങ്കൾ ഏത് തരത്തിലാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കുന്നു. അറിയാം. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? EP ജയരാജൻ പറഞ്ഞത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാനാവുമോ? നമസ്കാരമുണ്ട്, പറയൂ. കുറെ കാലമായി നമ്മൾ കണ്ടിട്ട്. അതെ, കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട്. താങ്കളെ വിളിക്കാത്തത് കൊണ്ടാണോ കിട്ടാത്തത് കൊണ്ടാണോ? ഞാൻ വിളിച്ചത് മനു സാറുണ്ടാവും ആദ്യം. ശരി, ഓക്കെ. മനുവായിട്ട് സംസാരിച്ചിരുന്നല്ലേ? എന്റെ അഭിപ്രായത്തില് നിങ്ങൾ ചാനലുകാരെ എന്താ ആ ബുക്ക് സ്റ്റാളുമായിട്ട് ബന്ധപ്പെടാത്ത? കാരണം ഈ ജയരാജന്റെ മാത്രമാണ് ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെന്ത് പറഞ്ഞു? അവരേതെങ്കിലും ഒരു വിശദീകരണം നൽകാൻ തയ്യാറല്ല. അവർ ഔദ്യോഗികം അവരുടെ സമൂഹ മാധ്യമം വഴി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾ ഇത് തൽക്കാലം മാറ്റിവെക്കുന്നു. പുസ്തകത്തിന്റെ ഉള്ളടക്കം പിന്നീട് വ്യക്തമാകുന്നു. അതിനാണ് 10 കോടിക്ക് നഷ്ടപരിഹാരം ജയരാജന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കണം നിങ്ങൾ. നഷ്ടപരിഹാരത്തിന് 10 കോടിക്ക് കൊടുക്കണം. എന്നാൽ ഇമാതിരി പരിപാടി ഈ ബുക്ക് സ്റ്റാളൊക്കെ നിർത്തുള്ളൂ. കാരണം അവരൊക്കെ ഈമാതിരി വേണ്ടാത്ത പണിയൊക്കെ ചെയ്തിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ കരിവേർത്തേക്കുന്ന പരിപാടിയല്ലേ ഇത്? ശരി, ഓക്കെ. ശ്രീ തളിപ്പറമ്പിൽ നിന്നും ശ്രീ പത്മനാഭൻ കൂടി ചേരുകയാണ്. ശ്രീ പത്മനാഭൻ, താങ്കൾക്ക് നേരിട്ട് അടുപ്പമുള്ള ആളാണോ EP ജയരാജൻ?
അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ സമയം അവസാനിക്കുകയാണ്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ പ്രതികരണമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഇ.പി. ജയരാജനെ തള്ളിക്കളഞ്ഞവരും അതല്ല ഇ.പി. ജയരാജനെ എതിരെ മനഃപൂർവ്വമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമായി ഇതിനെ ചിത്രീകരിക്കുന്നവരും അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.